നമസ്കാരം. കേരളം ഒരുപാട് ചർച്ച ഇപ്പോഴും ചെയ്യുന്ന ഒരു വിഷയമാണ് പാലത്തായി പീഡന കേസ്. ഇതിൽ പത്മരാജൻ എന്ന അധ്യാപകൻ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കി. ഇത് ഒരു കെട്ടിച്ചമച്ച അല്ലെങ്കിൽ ഇത് സൃഷ്ടിച്ചെടുത്ത ഒരു കേസാണ്. ഇദ്ദേഹത്തെ ഏതു വിധേനയും താറടിച്ചു കാണിക്കാനും ഒതുക്കാനും അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കാനും ചില ഗൂഢശക്തികൾ നടത്തിയ ഇടപെടലാണ് ഇത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിനിടയ്ക്ക് ഇത് കേസ് അന്വേഷിച്ച ഒരു ഡിവൈഎസ്പി ശ്രീ റഹീം ചെന്നാണ്. ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ഇതിപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു പാലത്തായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ റഹീം 2020 നവംബർ 1 നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ പരാതി അടിസ്ഥാനരഹിതവും തെറ്റായി കെട്ടിച്ചമച്ചതും രാഷ്ട്രീയമായും വർഗീയമായുമുള്ള പ്രേരണയാൽ ഉള്ളതാണ് എന്നായിരുന്നു. CPM നേതാവിന്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് പത്മരാജനെ പ്രതിയാക്കാനുള്ള SDPIയുടെ ആസൂത്രിത നീക്കം നടന്നു എന്നാണ്. അതിനുവേണ്ടിയാണ് ആക്ഷൻ കമ്മിറ്റിയും പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിച്ചത് എന്നാണ് RV ബാബു പറയുന്നത്. അദ്ദേഹം അതിന്റെ ആ ഒരു ക്ലിപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്, ആ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. കൺസിഡറിംഗ് ദ എബവ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ്, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സ് and evidences, the allegation attributed against the persons are baseless, അടിസ്ഥാനരഹിതമാണ്, ഫോൾസ് തെറ്റായതാണ്, ഫാബ്രിക്കേറ്റഡ് കെട്ടിച്ചമച്ചതാണ്, ആൻഡ് പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് രാഷ്ട്രീയമായും സാമുദായികമായുള്ള ശത്രുത കൊണ്ട് സൃഷ്ടിച്ചതാണ്. വൺ ആൻഡ് നോ ഫർദർ ആക്ഷൻ ഈസ് റെക്കമെൻഡഡ്. അബ്ദുൾ റഹീം MA, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ക്രൈംബ്രാഞ്ച്, കണ്ണൂർ. 1/10/2020 കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ അബ്ദുൾ റഹീം തന്നെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു മാനിപ്പുലേറ്റഡ് കേസാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസം മുൻപ്, കഴിഞ്ഞ ദിവസം ഒരു CPM നേതാവ്, കണ്ണൂരിലെ ഹരീന്ദ്രൻ എന്ന് പറയുന്ന ഒരു CPM നേതാവ് ഇതേ കാര്യം നടത്തിയിരുന്നു. ഇത് ഇപ്പൊ മദ്രസകളിൽ നടക്കുന്ന പീഡനമുണ്ട്. പോക്സോ എന്ന് പറയുന്ന ഈ കേസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം പുറത്തു വന്നത്. പോക്സോ കേസുകൾ മദ്രസകളിൽ കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഉസ്താദുമാർ ലൈംഗികമായി പീഡിപ്പിക്കുന്നു, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നു. ഇതൊന്നും കേസാകാത്തത് എന്താണ്? അല്ലെങ്കിൽ കേസായാൽ തന്നെ ഇത് ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ ഇദ്ദേഹത്തിന് 20 വർഷം ആദ്യം, പിന്നീട് 20 വർഷം, അതിനുശേഷമേ ശിക്ഷ തുടങ്ങിയുള്ളൂ എന്നാണ്. സാധാരണഗതിയിൽ 3-4 കേസുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം കേസുണ്ടെങ്കിൽ എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവരുടെ ഈ പോക്സോയുടെ ഏതൊരു വകുപ്പ് ചോദിച്ചപ്പോൾ പോക്സോ L സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് തപ്പുന്നത് കിട്ടും. അതായത് പോക്സോ കേസിനെ കുറിച്ചോ ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ചോ ഡിമെറിറ്റിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വാദിച്ചത്. അതിപ്പോൾ ഇത് കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സംഭവം സൃഷ്ടിച്ചതാണ്, ഈ മനുഷ്യനെ പെടുത്താനായിട്ട് ഇയാളുടെ കുടുംബത്തെയും ഇയാളെയും പത്മരാജനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢസംഘങ്ങൾ, SDPI ഗൂഢസംഘങ്ങൾ, മുസ്ലിം മത തീവ്രവാദികളും CPM ക്രിമിനലുകളും ചേർന്ന് ഇപ്പൊ നമുക്കൊരു കേസ് ചമച്ചുണ്ടാക്കി ഇത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ചേർന്നാൽ തീർച്ചയായിട്ടും സാധിക്കും. അതിനാണ് കള്ളക്കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുക, ആൾക്കാരെ ഇതിൽ പെടുത്തി അവരെ ബുദ്ധിമുട്ടിലാക്കുക, അവരുടെ ജീവിതം ഇല്ലാതാക്കുക. ഇതിനുവേണ്ടി നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ശിക്ഷാവിധി വന്നത് എന്ന് പറയപ്പെടുന്നു, എന്ന് വിലയിരുത്തപ്പെടുന്നു. പലരും പറയുന്നു. അന്വേഷണത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെ പറയുന്നു. പിന്നെ ഇതിൽ രത്നകുമാർ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പെൻഷനായതിൽ പിന്നെ CPMന്റെ സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച വ്യക്തിയാണ്. അപ്പം ഈ CBIക്ക് ഈ കേസ് വിടണം എന്നാവശ്യപ്പെട്ടിട്ട് പലപ്പോഴും ഇദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച്, ഈ രത്നകുമാർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത് CBIക്ക് വിടണ്ട എന്ന് പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അതായത് പോലീസുകാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കൂടിയാണ് ഈ കേസിന്റെ മെറിറ്റും മറ്റു കാര്യങ്ങളും കണക്കാക്കിക്കൊണ്ട് ഇത് CBIക്ക് വിടണമോ വേണ്ടയോ എന്നുള്ള കാര്യം കോടതികൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പം ഇതിനകത്തൊക്കെ തന്നെ വ്യക്തമായ മാനിപ്പുലേഷൻസ് നടന്നിരിക്കുന്നു. വ്യക്തികളും അതുപോലെ തന്നെ ഈ വർഗീയ ഭീകര സംഘടനകളും ചേർന്നാണ് ഇത് ഈ രീതിയിൽ ആക്കിയെടുത്തത് എന്നുള്ള റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ വായിച്ച ആ റിപ്പോർട്ടിന്റെ ആ ഒരു ഭാഗം, ആ ഒരു പ്രദേശം, ആ ഒരു റിപ്പോർട്ടിന്റെ ഏറ്റവും ചുവട്ടിലുള്ള ആ ഒരു കൺക്ലൂഷൻ ആണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാനിപ്പുലേറ്റഡ് കേസ് അല്ലേ? ഇത് തീർച്ചയായിട്ടും ആ മനുഷ്യനെ, പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം തുലയ്ക്കാൻ ശ്രമിച്ചൊരു കേസല്ലേ? ഇങ്ങനെ SDPക്കാരും CPMക്കാരും കൂടി
ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെതിരെ തിരിഞ്ഞാൽ, ഹൈന്ദവ സമൂഹത്തിനെതിരെ തിരിഞ്ഞാൽ, അല്ലെങ്കിൽ BJP RSS പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനങ്ങളും അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടിച്ചേർന്ന് അവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണോ എന്ന് സ്വാഭാവികമായി ആരും ചിന്തിച്ചു പോകും. പിന്നെ കോടതി ഇടപെട്ട വിഷയമായതുകൊണ്ടും കോടതി ഇതിനകത്ത് പണിഷ്മെന്റ് വിധിച്ചതുകൊണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ DYSP അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു, അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതുപോലെ പല കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴും പല ആളുകളുടെ പ്രവൃത്തികൾ നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴുമൊക്കെ ഇത്തരത്തിൽ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയ സൃഷ്ടിച്ചെടുത്ത, ഒരാളെ ഇല്ലാതാക്കാൻ സൃഷ്ടിച്ചെടുത്ത കേസാണ് ഇത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ പോക്സോ നിയമത്തിലെ ചില ലൂപ്പ് ഹോളുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ അച്ഛൻ പീഡിപ്പിച്ച, ബാപ്പ പീഡിപ്പിച്ച, പിതാവ് പീഡിപ്പിച്ച ഒരു വാർത്ത കണ്ടു. അങ്ങനെ നിരവധി പേർ, പിതാക്കന്മാരും അമ്മാവന്മാരും ഒക്കെ തന്നെ പലരെയും പീഡിപ്പിച്ച ചില വാർത്തകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഉസ്താദുമാർ പീഡിപ്പിക്കുന്നതിന് കയ്യും കണക്കുമില്ല. ഇതൊന്നും എന്തേ ചർച്ചയാകാത്തത്? എന്തേ ആക്ഷൻ കൗൺസിൽ ഉണ്ടാകാത്തത്? ഈ ആക്ഷൻ കൗൺസിൽ തന്നെ ഒരു ഫേക്ക് ആക്ഷൻ കൗൺസിലാണ് എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ അപകീർത്തിപ്പെടുത്താനും അവരെ നശിപ്പിക്കാനുമുള്ള ഗൂഢ അജണ്ടയുമായിട്ട് മതഭീകരവാദികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്ന് വ്യക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഈ പാലത്തായി പീഡന കേസ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ പത്മരാജൻ ഈ ഒരു വിഷയത്തിൽ അപ്പീൽ പോകും. അതിന്റെ മറ്റ് നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് കരുതാം. കൂടുതൽ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകണം. കൂടുതൽ പരിശോധനകൾ ഉണ്ടാകണം. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു സൂക്ഷ്മ പരിശോധനയും കൃത്യമായ ഒരു അന്വേഷണവും നടക്കേണ്ടതാണ് എന്ന ഒരു അഭിപ്രായവും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്.